ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്ബോർഡ്. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജ്ബോർഡിൻ്റെ CUT ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ അഡ്മിഷൻ പോർട്ടൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, മേ ബി എന്താണ് ഈ അഡ്മിഷൻ പോർട്ടൽ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് അഡ്മിഷൻ പോർട്ടൽ എന്താ സംഗതിയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടോടുകൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാരിറ്റി കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിനൊരു കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കിട്ടും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അഡ്മിഷൻ പോർട്ടൽ എന്ന് വെച്ചാൽ സംഗതി പറഞ്ഞാൽ, നമ്മളിപ്പോൾ CUT എക്സാം എഴുതി, നിങ്ങളിപ്പോൾ CUT എക്സാം എഴുതി കഴിഞ്ഞു. ആ CUTക്ക് ഒരു സ്കോർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, നിങ്ങളുടെ സ്കോർ കാർഡും കിട്ടിയിട്ടുണ്ടാവും. ഈ സ്കോർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതെന്താണ്, നമ്മുടെ 10ാം ക്ലാസ്സിൽ പാസ്സായി കഴിഞ്ഞാൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് മാത്രമാണ്. ഇനി +1ലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ എക്സ്ട്രാ അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ അതുപോലെ സ്കോർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഇനി എന്ത് ചെയ്യണം, നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യണം. എങ്ങനെ ചെയ്യേണ്ടേ, ആപ്ലിക്കേഷൻ ത്രൂ ഓൺലൈനാണ് അല്ലേ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണുള്ളത്. അപ്പോൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് എവിടെയാണ്, ഭൂരിഭാഗം പേർക്കും അറിയാത്തൊരു കാര്യമാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരുടെയും വിചാരം അല്ലെങ്കിൽ എല്ലാവരും കരുതിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് NTA സൈറ്റിൽ തന്നെയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, NTA എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന എക്സാം നടത്തുന്ന ഒരു ഏജൻസി മാത്രമാണ്, അല്ലാതെ അവർ വഴിയല്ല നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനുള്ളതാണ് നമ്മൾ പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന എന്തായിരിക്കും പോർട്ടൽസ് ഉണ്ടാവും. ഓക്കെ, പോർട്ടലുകൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ ഇനി ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ ത്രൂ പോർട്ടൽസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കുന്നത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ, ഈ പറയുന്ന കേരളത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് പറയും. ഈ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ +2ൻ്റെ മാർക്ക്, അതുപോലെ തന്നെ SSLC, അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന +2 SSLC, പിന്നെ നമ്മുടെ ആധാർ, പിന്നെ എന്ത് ചെയ്യണം, ബാക്കിയുള്ള നമുക്കുള്ള ആനുകൂല്യങ്ങൾക്കുള്ള ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അപ്ലൈ ചെയ്യണം. എങ്ങനെ അപ്ലൈ ചെയ്യുക, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ പോർട്ടൽ വഴിയാണ്, അഥവാ CU പോർട്ടൽസ്. ഓക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ പോർട്ടൽ വഴിയാണ് എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. അതാണ് ഈ പറഞ്ഞ പോർട്ടലുകൾ എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ ഈ പറഞ്ഞ CUT എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന നിങ്ങളുടെ സ്കോർ കാർഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ കൊടുക്കണം. അത് എവിടേക്ക് കൊടുക്കണ്ടേ, ഈ പറഞ്ഞ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും എന്തായിരിക്കും, അവർക്ക് സ്വന്തമായിട്ട് ഓരോ വെബ് പോർട്ടൽസ് ഉണ്ടാവും. അപ്പോൾ ആ പോർട്ടലുകൾ വഴിയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ NTA സൈറ്റിൽ ഇനിയൊന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ പോർട്ടൽസുകൾ ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഏതാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. അഥവാ DUവിലെ അഡ്മിഷൻ പോർട്ടലിൻ്റെ പേരാണ് CSAP എന്നാണ് പറയുക, CSAP എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ അഡ്മിഷൻ പോർട്ടൽ നിങ്ങൾ ജസ്റ്റ് ഡൽഹി യൂണിവേഴ്സിറ്റി CSAP എന്ന് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അഡ്മിഷൻ പോർട്ടൽ തുറന്നു കിട്ടും. അതുവഴിയാണ് നമ്മൾ എന്തിൻ്റെ ഈ പറഞ്ഞ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും ഓരോ കോഴ്സിലേക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുക, മെയിൻ ആയിട്ടുള്ളത് ഓക്കെ ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ BH ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ 3 യൂണിവേഴ്സിറ്റികളുടെ മെയിൻ ആയിട്ടുള്ള പോർട്ടൽസിൻ്റെ കാര്യം മാത്രം ഞാനിവിടെ പറയുന്നത്. പക്ഷേ ബാക്കി കൂടി ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളും. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് തന്നെ നമ്മൾ രജിസ്ട്രേഷൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. അതായത് ഇപ്പം ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കാം. അത് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ഞാൻ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്ക് ഇനി അപ്ലൈ ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി BHയിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം, JNUവിലൊക്കെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് പറഞ്ഞത്, ഓരോ പോർട്ടലുകളായിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡൽഹിയുടെ ഏതാണ് CSIS ആണെന്ന് ഞാൻ പറഞ്ഞു. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ നേരെ ആ വെബ്സൈറ്റ് പോവുക. വെബ്സൈറ്റ് വേറെ ഒന്നുമല്ല, നിങ്ങൾ CSIS എന്ന് അടിച്ചാൽ മതി. CSIS അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. അതിൽ ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് അഡ്മിഷൻ പോർട്ടൽ അതിൽ കാണാൻ പറ്റും. അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട ലിങ്ക് അതിൽ കാണാൻ പറ്റും. അതിലേക്ക് എൻ്റർ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ് ഫില്ല് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ്, അത് UG ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് വരികയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് BA ആണ് പഠിക്കുന്നതെങ്കിൽ BA ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ BSc ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, BSc ഓപ്റ്റ് ചെയ്യാം. ഇനി അതല്ല BCom ആണ് പഠിക്കുന്നതെങ്കിൽ BCom ഓപ്റ്റ് ചെയ്യാം. ഇനി അതല്ല BBA ആണെങ്കിൽ എന്ത് ചെയ്യാം, BBA ഓപ്റ്റ് ചെയ്യാം. ഇനി അതല്ല BCA ആണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് BCA ഓപ്റ്റ് ചെയ്യാം. ഇനി അതൊന്നുമല്ല BVoc ആണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതും ഓപ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഓപ്ഷൻസ് അതിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ നമ്മൾ ഏത് സബ്ജക്റ്റ്, ഇപ്പോൾ BA ആണെങ്കിൽ BA എക്കണോമിക്സ് ഉണ്ട്, BA പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, BA ഹിസ്റ്ററി ഉണ്ട്, BA ജോഗ്രഫി, BA സൈക്കോളജി ഉണ്ട്, അതുപോലെ BA ഇംഗ്ലീഷ് ഉണ്ട്, BA ലാംഗ്വേജ്, BA അറബിക്ക്, BA ഹിന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ലാംഗ്വേജ് ഒരുപാടുണ്ട്. അതൊക്കെ BAയിൽ വരാം. സയൻസ് വിഷയങ്ങളാണെങ്കിൽ BScയിൽ വരും. BCom കൊമേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടതും. BBA എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, നിങ്ങൾ MBA കേട്ടിട്ടുണ്ടാവും, അതിന് മുമ്പ് ചെയ്യുന്ന ഡിഗ്രിയാണ് BBA എന്ന് പറയുന്നത്. അതുപോലെ BVoc ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ കോഴ്സാണ് പറയുന്നത്.
ചെയ്യുന്നത്. അതോടൊപ്പം BCA ഈ പറയുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോഴ്സുകൾ ഉണ്ടാവും. നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ അതിന് ത്രൂ എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യണം വേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്തിന് പേയ്മെൻറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അങ്ങനെയാണ് ഓരോ പോർട്ടലിലും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ പോർട്ടലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് മറക്കരുത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, കോളേജ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ കോഴ്സ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, നമുക്ക് ഏതൊക്കെ കോളേജാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ആക്ച്വലി നമ്മളൊരു തുണിക്കടയിൽ കയറുകയാണെന്ന് വിചാരിക്കാം. ആ തുണിക്കടയിൽ കയറുമ്പോൾ എന്തായിരിക്കും, അതിൽ സാരി ഉണ്ടായിരിക്കും, അതുപോലെ ബ്ലൗസ് ഉണ്ടായിരിക്കും, ഷർട്ട് ഉണ്ടായിരിക്കും, പാൻസ് ഉണ്ടായിരിക്കും, അതുപോലെ എന്തായിരിക്കും ടോപ്പുകൾ ഉണ്ടായിരിക്കും, അതുപോലെ കിഡ്സിൻ്റെ ഉണ്ടാവും. ഇങ്ങനെ ഓരോ സെഷൻ ഉണ്ടാവുമല്ലോ. ഇതേപോലെയാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരുപാട് കോളേജുകൾ ഉണ്ടാവും, നമ്മൾ പഠിക്കുന്ന ഒരുപാട് കോഴ്സുകൾ ഉണ്ടാവും. ഈ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ എന്താ, നമ്മളിപ്പോൾ ഷർട്ട് എടുക്കാൻ പോയി, റെഡ് കളർ ഉണ്ട്, ചെക്ക് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പ്രിൻ്റഡ് ഉണ്ട്, ഇനി അതിലെ കാഷ്വൽ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ടല്ലോ. ഇതേപോലെയാണ് ഒരു കോളേജിൽ ചെന്നാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യേണ്ട കാര്യം, ഒരു യൂണിവേഴ്സിറ്റി ആദ്യം സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അഡ്മിഷൻ പോർട്ടലിൽ കയറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കോളേജ് അല്ലെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, കോഴ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെയാണ് നിങ്ങൾ എന്തിൻ്റെ കോളേജുകൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കോളേജുകൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നെ ചെയ്യേണ്ടതിന് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ബാക്കി പറയുന്നത് ഈ പറഞ്ഞ നമുക്ക് എന്തെങ്കിലും മെറിറ്റും കാര്യം കിട്ടാണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൂടി കൊടുക്കാം. പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ പറഞ്ഞ പേയ്മെൻറ്റ്. ഓക്കെ, ഒരു ഫീ പേയ്മെൻറ്റ് കൂടി ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പം IGNTയിലൊക്കെ ഫീ പേയ്മെൻറ്റ് 300 രൂപയൊക്കെ വരുന്നുള്ളൂ, 300 രൂപയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഫീ പേയ്മെൻറ്റ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സെപ്ഷൻസും അതിൽ നിന്ന് കിട്ടിയേക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോർട്ടലിൽ കയറി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിർത്തരുത്. പിന്നീട് എന്ത് ചെയ്യണം, ആ പോർട്ടലിൽ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുക, ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇതിൽ വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി. ഇങ്ങനെയാണ് നിങ്ങൾ എന്തിൻ്റെ CUT ക്യാഷൻ ചെയ്യേണ്ട പോർട്ടലുകൾ. അപ്പോൾ ഈ പോർട്ടലുകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഞാൻ പറയാം. ഇനി പോർട്ടലുകൾ രജിസ്റ്റർ ചെയ്യാതെ എനിക്ക് CUT അഡ്മിഷൻ കിട്ടുമോ വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പോർട്ടലുകളിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് അതിൻ്റെ അഡ്മിഷൻ പോർട്ടലിലേക്ക് കയറുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ CSIS ഞാൻ പറഞ്ഞല്ലോ. ഈ CSIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം എന്നതിൻ്റെ ചുരുക്കരൂപമാണ്. അത് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോളേജിലേക്കും ഈ ഒരൊറ്റ അഡ്മിഷൻ പോർട്ടൽ മതി. ഇനി അതേപോലെ CAP എന്ന് പറഞ്ഞാൽ, ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് കമ്പൈൻഡ് അലോട്ട്മെൻറ്റ് പ്രോഗ്രാം എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ക്യാപ്പ് എന്ന് പറഞ്ഞത്. അത് BHUക്കുള്ള ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ പോർട്ടലാണ്. ഇനി സമർത്ഥ് പോർട്ടൽ, ഈ സമർത്ഥ് പോർട്ടൽ അലഹബാദ് യൂണിവേഴ്സിറ്റിക്കുള്ളതാണ്. അതുപോലെ പറയുന്ന മറ്റൊന്നാണ് സമർത്ഥ് പോർട്ടൽ വേറെ ഒന്ന് വരുന്നുണ്ട്. ഇതേ സമർത്ഥ് പോർട്ടൽ എന്തുണ്ട്, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയിലും ഈ സംഗതി വരുന്നുണ്ട്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം, കുഴപ്പമില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൻ്റെ മെയിൻ ആയിട്ടുള്ള പോർട്ടൽസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ടോപ്പ് യൂണിവേഴ്സിറ്റീസ് പോർട്ടൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു PDF ഉണ്ട്. ആ PDF നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ കാണുന്ന ഫോം ഉണ്ടായിരിക്കും. ആ ഫോമിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഫോം ഉണ്ടാവും. അത് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞ ടോപ്പ് യൂണിവേഴ്സിറ്റിൻ്റെ പോർട്ടലുകൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ലിസ്റ്റ് അവിടെ കിട്ടും. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് ഉണ്ടാവും. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ പോർട്ടലിൻ്റെ ലിങ്ക് കിട്ടാൻ വേണ്ടി ഈ പറഞ്ഞ ലിങ്ക് തൊട്ട് താഴെ ഉണ്ടായിരിക്കും. ഓക്കെ, ലിങ്ക് ബിലോ മറക്കരുത്, എങ്കിൽ മാത്രമേ നിൽക്കൂ. ഇനി ഈ പോർട്ടലുകൾ അറിയാതെ എന്ത് ചെയ്യരുത്, നമ്മളിങ്ങനെ പോകരുത്. അപ്പോൾ പോർട്ടലുകൾ വഴിയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളൊക്കെ സെപ്പറേറ്റ് എന്താണ് പോർട്ടലുകളുണ്ട്, അത് മറക്കരുത്. പിന്നെ പറഞ്ഞ കാര്യം മറക്കരുത്, എന്താ ചെയ്യേണ്ടത്, അഡ്മിഷൻ പോർട്ടലിൽ കയറിയിട്ട് നമ്മളതിൽ ബാക്കി പറയുന്ന സ്റ്റെപ്പുകളൊക്കെ സെലക്ട് ചെയ്യാം. കോളേജ് എടുക്കുക, യൂണിവേഴ്സിറ്റികൾ എടുക്കുക, നമ്മുടെ കോഴ്സുകൾ എടുക്കുക, അത് പറഞ്ഞ് സെലക്ട് ചെയ്യുക, ഫീ പേയ്മെൻറ്റ് കൂടി ചെയ്യുക. ഇത്രയും കഴിഞ്ഞ് നമ്മുടെ അഡ്മിഷൻ പോർട്ടൽസ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇനി എന്ത് ചെയ്യും, ഓരോ അലോട്ട്മെൻറ്റുകൾ വരും. ആ സമയത്ത് നമുക്ക് നമ്മുടെ മാർക്ക് അനുസരിച്ച് സീറ്റുകൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. മറക്കാതെ എജുപോർട്ടിൻ്റെ CUT ചാനൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും പുതിയ അപ്ഡേറ്റ് ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ.